എല്ലാവർക്കും ഷാഹിസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് പച്ച പപ്പായ വെച്ചിട്ട് ഒരു അടിപൊളി ജ്യൂസ് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ പച്ച പപ്പായ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാനിവിടെ തൊലി കളഞ്ഞ് ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഇനി നന്നായി കഴുകിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ വെള്ളം തിളച്ച് അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് കോരിയെടുക്കാം. ഇത് നമുക്ക് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിന് ഞാനിവിടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 1 കപ്പ് പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസും നമുക്കിതിന് ഫ്ലേവറിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. നമ്മുടെ പപ്പായ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ്. ഇനി ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് നട്ട്സോ അല്ലെങ്കിൽ പോമോഗ്രാനൈറ്റോ ചേർത്ത് കൊടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ജ്യൂസ് റെസിപ്പിയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സും എന്നെ അറിയിക്കണം. താങ്ക് യു.